ഈ ആമുഖമായൊരു കാര്യം പറയട്ടെ. ഈ ദുരഭിമാനം എന്ന് പറയുന്നത് ഒരു വളരെ മാരകവും വളരെ വിഷാംശം നിറഞ്ഞതുമായ ഒരു ചിന്തയാണ്. അതിനെ എടുത്ത് ദൂരേക്ക് കളയണം. ജീവിതത്തിൽ ഒന്നും നഷ്ടങ്ങളില്ല, എല്ലാം പാഠങ്ങളാണ്. നത്തിങ് ഷുഡ് ബി ട്രീറ്റഡ് as ലൂസസ്, എവറിത്തിങ് ഷുഡ് ബി റെക്കോർഡഡ് as ലെസൺസ്. അതാണ് അതിൻ്റെ സത്യം. ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മളങ്ങനെ പറഞ്ഞുകൂടാത്തതാണ്. എങ്കിൽ പോലും പറയുകയാണ്. ഈ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെ വവ്വാല് ചപ്പിയ പറങ്ങാണ്ടി പോലെ ഇരിക്കുന്ന ഒരുത്തന് എന്ത് കണ്ടിട്ടാണോ അവൻ്റെ വിദ്യാഭ്യാസമോ നീ അവൻ്റെ വേറെന്തെങ്കിലും മേൽത്തരം സാധനങ്ങളോ നക്ഷത്രഭാഗ്യമോ ഒക്കെ കണ്ടാൽ പോലും ഈ പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയെ ഇതുപോലൊരു വായി നോക്കിക്ക് കെട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളോടൊക്കെയുമാണ് പറയാനുള്ളത്. ഈ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുമ്പോൾ, അവർക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ചില മിനിമം മനസ്സിൻ്റെ ഉള്ളിലെ നന്മ നിറഞ്ഞ യോഗ്യതകളെ സംബന്ധിച്ചൊരു പ്രാർത്ഥനയും ചിന്തയും ഉണ്ടാവണം. ഏതെങ്കിലും ഒരു വായി നോക്കി കുറച്ച് ഡിഗ്രിയുടെ ബലത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലെ കുറച്ച് പറമ്പിൻ്റെയോ പണത്തിൻ്റെയോ ബലത്തിൽ വരുമ്പോൾ നമുക്ക് ചേർന്നവനാണ് അവനെന്ന ചിന്ത യഥാർത്ഥത്തിൽ ഉണ്ടായിപ്പോവുകയും യവനെപ്പോലൊരു എന്ത് പേരിട്ടാ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഒരു വവ്വാലി ചപ്പിയവനെ ഇഷ്ടപ്പെട്ടു എന്ന് ആ പെൺകുട്ടി പറഞ്ഞതുമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരുത്തൻ അയർലൻഡിൽ PhD ചെയ്യാൻ പോയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് ഗ്രീഷ്മയുടെ ഭാഗ്യജാതകത്തിൻ്റെ ദോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞു വിട്ടപ്പോൾ അമ്മയും മകളും ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ദുരന്തം കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ 15-20 വയസ്സൊക്കെ മൂപ്പീന്നന്മാരോടൊപ്പം പലരെയും കെട്ടിച്ചു വിട്ടിരുന്നു. അവരൊക്കെ അത് സഹിച്ചു. പക്ഷേ ഇപ്പോഴത്തെ കാലത്തും അത് തുടർന്നു കൊണ്ടുപോകുന്ന ദുരന്തം കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നാറുണ്ട്. ഞാനതിനെ സമുദായം തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ചില പ്രത്യേക സമുദായത്തിലാണ് ഈ സൂക്കേട് കൂടുതൽ. ഏതെങ്കിലും ഒരുത്തനെ ഇതുപോലെ കാണുമ്പോൾ സർക്കാരിൻ്റെ മുക്കാചക്രം കിട്ടുന്നവനാണെങ്കിൽ ഇനി ഈ പറഞ്ഞതുപോലെ ചേർച്ച എന്ന് പറയുന്നതിന് യാതൊരു യോഗ്യതയുമില്ലെങ്കിലും ഈ ശമ്പളവും സർക്കാർ ജോലിയുമുണ്ട് എന്ന തരത്തിൽ അതുമാത്രം കണക്ക് കൂട്ടി വരുമാനത്തിൻ്റെ മുക്കാചക്രവും പിന്നെ അവൻ്റെ പരമ്പരയിൽ ആരെങ്കിലുമൊക്കെ വലിയ കോത്താഴത്തുകാരായിരുന്നു എന്ന് പറഞ്ഞ് പാവം പെൺകുട്ടികളെ അവനോടൊപ്പം കെട്ടിച്ചു വിടും. അവൻ യഥാർത്ഥത്തിൽ കരിമുരുക്കാണോ മൂർഖനാണോ എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതൊന്നും നഷ്ടമല്ല, പാഠമാണെന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് അവസാനിപ്പിച്ച് സ്വന്തം ജീവിതത്തെ സ്നേഹിച്ച് സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ ജീവിക്കാൻ യോഗ്യതയുള്ളവൻ ആരെയെങ്കിലും കിട്ടുന്നെങ്കിൽ അവിടെ വെച്ച് ജീവിതം രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിലും ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇതുപോലൊരു ചരക്കിനെ കൂട്ടായി വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിനു പകരം എന്തോ വലിയ കാര്യം നഷ്ടപ്പെട്ടതുപോലെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന വാർത്ത കേൾക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്. ഞാനിതങ്ങ് വിട്ടുകളഞ്ഞതാണ്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിർബന്ധമായി ഇത് പറയണം, കാരണം ഇതുപോലൊരു ജീവിതം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ്, അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊരു പാഠമായിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കുകയും നോക്കുകയും ഒക്കെ നൽകുമ്പോൾ ഗ്രഹനില മാത്രം നോക്കിയാൽ പോരാ, എവനെപ്പോലുള്ളവൻ ഗ്രഹപ്പിഴയാണെന്ന് കാണാനുള്ള ഒരു കണ്ണുകൂടി നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. കല്യാണം കഴിഞ്ഞ് ആകെ 25 ദിവസമാണത്രേ ഒരുമിച്ച് ജീവിച്ചത്. എന്നിട്ട് നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്കിതൊക്കെ കുറേയൊക്കെ തിരിച്ചറിയാൻ കഴിയുമെന്നേ. അറിയില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. 10, 40, 45, 50 വയസ്സായി കഴിയുന്നവരാണല്ലോ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. അവരുടെ കണ്ണുകളിൽ ആ നന്മയുടെ നോട്ടവും ആ നന്മയുടെ അന്വേഷണവും ഉണ്ടെങ്കിൽ വലിയ പാകപ്പിഴയൊന്നും പറ്റില്ല. എന്നാൽ അതിനപ്പുറത്ത് മുതലും വകയും ഇതുപോലെ കുറച്ച് കനത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ നമ്മുടെ ചിന്തകളെ നയിക്കുന്ന ദൈവിക ഭാവങ്ങൾക്കകത്തേക്ക് ചെകുത്താനിക ഭാവങ്ങൾ കടന്നുകൂടുന്നത്. പിന്നെ മറ്റേതൊന്നും നോക്കൂല, എവനിങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടിയുടെ ജീവൻ അവസാനിപ്പിച്ച ആ സഹോദരിയുടെ ചിത്രവും യവൻ്റെ ചിത്രവും കൂടി കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അതിനെക്കുറിച്ചാണ് എല്ലാവരും കമൻ്റ് എഴുതുന്നത് മുഴുവൻ. അപ്പം ചോദിക്കും നല്ലവനാണേ നല്ലതായിരിക്കുമെന്ന്. അത് വേറൊരു കാര്യം. എങ്കിൽ പോലും സാധാരണ നമ്മൾ പറയുമ്പോൾ അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും യോഗ്യത കണ്ടുപിടിക്കാൻ പ്രായോഗികമായി വേണ്ടേ? അങ്ങനൊരു യോഗ്യത വേണ്ടേ? ഇത് ഉരുളി കമത്തിയ പോലത്തെ കുടവയറും ഈ പറഞ്ഞ അപ്പൂപ്പൻ്റെ പ്രായവും നോക്കി എങ്ങാണ്ട് വലിയ കൂടിയെടുത്തയാണെന്നും പറഞ്ഞ് ചിലപ്പോൾ ഇതുപോലുള്ളവന്മാരെയും ചിലപ്പോൾ മുഴുക്കുടിയന്മാരെയും കൊണ്ട് കെട്ടിച്ച് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇതുപോലെ പാഴായി പോയിട്ടുണ്ട്. അതൊക്കെ കണ്ടു മറിഞ്ഞുമാണ് ഒരുപാട് കുട്ടികൾ ഇനി ഈ സാധനം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. നമ്മൾ അവരെയൊക്കെ കുറ്റം പറയും, എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇന്ന് നടക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്.
ഇത് ഒരു തരത്തിൽ ഇങ്ങനെയാണെങ്കിൽ മറുവശത്ത് ഉത്തമ സമുദായത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു സംഗതിയുണ്ട്. അത് വേറൊന്നുമല്ല, ഇതുപോലെ മാർഗവും പാവപ്പെട്ടവനുമൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുട്ടികളെ വിവാഹം കഴിച്ച് 2-3 കുട്ടികളെ കൊടുത്തിട്ട് യവനങ്ങ് രക്ഷപ്പെട്ടു പോകും. അവിടെ പിന്നെ വേറൊരു സുഖമുണ്ട്, ഇങ്ങനെ കളഞ്ഞിട്ട് പോയാലും വേറെ പോയി കെട്ടിക്കാൻ വേണ്ടി ആളുകൾ നിൽപ്പുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, പോയവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുടുംബത്തിൽ ഇനി ആരും ബാക്കിയില്ലെന്നുള്ളതാണ്. അതിൻ്റെ സ്വത്ത് വിതരണം ചെയ്യുന്നതിനെയൊക്കെ പറ്റിയൊക്കെ ആ ഗ്രീഷ്മ കുറിപ്പിൽ എഴുതിയേക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ ആങ്ങളമാർക്ക് കൊടുക്കുന്ന വിവരമാണ് പറയുന്നത്. ഒരൊറ്റ കുട്ടിയാണ്, വലിയ പ്രതീക്ഷയോടെ വളർത്തി കെട്ടിച്ചു വിടുന്നതാണ്. ഈ ജീവിതം അവസാനിക്കാൻ തീരുമാനിക്കുന്നത് ദുരഭിമാനം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയാണെന്നറിഞ്ഞാൽ നമ്മുടെ മറ്റവരെന്തോ വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ വായി നോക്കിയാലുണ്ടല്ലോ എല്ലാ കുടുംബത്തിലും. ഏതെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും ദോഷം വരുന്നു എന്ന് കണ്ടാൽ അത് സന്തോഷിച്ച് അത് ആസ്വദിക്കാൻ വേണ്ടി കുറേ പേരുണ്ടല്ലോ, അവരെ ഓർത്താണ് ഇത് ചെയ്യുന്നത്. അവർക്കതുകൊണ്ട് വല്ല നഷ്ടമുണ്ടോ? ജീവിച്ചിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുക. അതുകൊണ്ട് ഈ ദുരഭിമാനം ഓർത്തും മറ്റവനെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും എന്ന് ഓർത്ത് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. അവനവൻ്റെ ജീവിതം, അവനവൻ്റെ അവകാശവും, അവനവൻ്റെ സന്തോഷം, അവനവൻ്റെ ഉത്തരവാദിത്വവും, അവനവൻ്റെ സൗന്ദര്യവും, അവനവൻ്റെ കാഴ്ചപ്പാടുകളും അവനവന് മാത്രം സ്വന്തമാണെന്നുള്ള ബോധ്യത്തിലാണ് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്. അല്ലാതെ എവരെയൊക്കെ നോക്കി ജീവിതം അവസാനിപ്പിച്ചാൽ ഇത് 1-2 വാർത്തയിൽ അങ്ങ് അവസാനിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര സങ്കടകരമാണ് ആ വാർത്ത കണ്ടപ്പോൾ. ഈ നാറിയെപ്പോലെ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ച് എവൻ ഈ ചെയ്യുന്നതിനൊക്കെ കൂട്ടുനിന്ന തന്തയ്ക്കും തള്ളയ്ക്കും കൂടെ കൊടുക്കണം കേസ്. അതിനൊന്നുമുള്ള മാർഗ്ഗമില്ലല്ലോ ഇവിടെ. അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത. ഇവനെയൊക്കെ പോലെ ഉള്ളവനെ കൊണ്ട് നിങ്ങൾ പെണ്ണ് കെട്ടിക്കാൻ നടക്കരുത്. തന്തയ്ക്കും തള്ളയ്ക്കും അറിയാമല്ലോ ഇവൻ്റെയൊക്കെ സ്വഭാവം ഇതുപോലാന്ന്. വേറൊരു പെണ്ണിൻ്റെയും കൂടെ ജീവൻ കളയാൻ ഇതുപോലുള്ളവനെ അനുവദിക്കരുത്. ഏതെങ്കിലും രാജ്യത്ത് പോയി ആരെയെങ്കിലും കെട്ടാൻ പറയണം. വല്ല ഉത്തർപ്രദേശിലോ അതുപോലുള്ള സ്ഥലത്തോ ആണെങ്കിൽ എന്തെങ്കിലും കാണിച്ചാൽ അവിടെ ആങ്ങളമാർ അടിച്ചങ്ങ് കൊന്നോളൂ.